ചില പ്രത്യേക ബോധോദയത്തിൻ്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു കൂവിയാൽ, കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങളെടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല CPIM. അൻവർ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ CPIM-ന്റെ നിയമസഭാ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായ പ്രവർത്തന രീതിയുണ്ട്, ഭരണഘടനയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് പിറകെ പോകുന്ന പാർട്ടിയല്ല CPIM. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി. PV അൻവർ MLA-യെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. സ്വർണം കടത്തുന്നതും ഹവാല പണം കൊണ്ടുപോകുന്നതും രാജ്യസ്നേഹപരമായ നടപടിയാണ്. അതിനു നേരെ പോലീസ് കണ്ണടക്കണം എന്നാർക്കെങ്കിലും പറയാനാവുമോ? പോലീസിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ സ്വാഭാവികമായും കൂടുതൽ ശക്തമായി തുടരുക എന്നത് തന്നെയാണ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചത് ഞാൻ കാണാതിരിക്കുന്നില്ല. ഇപ്പം ഞാൻ അതിനൊരു മറുപടി പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. എന്തോ പ്രത്യേകമായ ഉദ്ദേശത്തോടെ ഈ നാടിൻ്റെ ഇത്തരം സംവിധാനങ്ങളെ ആകെ തകിടം മറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഇത് ശ്രദ്ധിച്ചാൽ ആർക്കു വേണ്ടിയാണ്, എന്താണ് അതിന് പിന്നിൽ, ആരാണ് പുറകിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ CPIM-ന് അതിൻ്റേതായ സംഘടനാ രീതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രത്യേകമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നാണ് CPIM പ്രവർത്തിച്ചു പോകുന്നത്. ചില പ്രത്യേക ബോധോദയത്തിൻ്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു കൂവിയാൽ, കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങളെടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല CPIM. CPIM-ന് എല്ലാ കാര്യത്തിലും നിയതമായ രീതികളുണ്ട്. അത് ഒരു തെറ്റും അംഗീകരിക്കാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ തെറ്റിലേക്ക് അങ്ങ് വലിച്ചഴിച്ച് കളയാം എന്നാരും തെറ്റിദ്ധരിക്കരുത്. അതാ രീതിയിൽ വലിച്ചെടുക്കാൻ കഴിയില്ല. ഇവിടെ ഗൂഢലക്ഷ്യം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ നോക്കുന്നതാണ് നല്ലത്. ഇവിടെ കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കില്ല. ഏത് കൂട്ടരെയാണോ തൻ്റെ പക്ഷത്തേക്ക് അണിനിരത്താമെന്ന് ഇതിലൂടെ വ്യാമോഹിക്കുന്നത് ആ കൂട്ടർ തന്നെ ആദ്യം തള്ളിപ്പറയും എന്ന് കണ്ടോളണം. അതാണ് നമ്മുടെ നാട്. മലപ്പുറത്തെ മതനിരപേക്ഷ മനസ്സ് അത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ആ മതനിരപേക്ഷ മനസ്സിന് വല്ലാത്ത ഊനം നമ്മുടെ നാട്ടിലും വർഗീയ ശക്തികളുണ്ടല്ലോ, അവർക്കൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ അനുഭവമാണ്. ആ മതനിരപേക്ഷ മനസ്സ് ദൃഢപ്പെടുത്താനുള്ള നീക്കമാണ് നാം നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. ഇവിടെ വർഗീയതയോട്
സന്ധിയില്ലാത്ത പോരാട്ടമാണ് CPIM നടത്തുന്നത്. അത് ഭൂരിപക്ഷ വർഗീയതയോടെ ആയാലും ന്യൂനപക്ഷ വർഗീയതയോടെ ആയാലും ഈ രണ്ട് വർഗീയതയും പരസ്പര പൂരകമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രണ്ടിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് CPIM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്ക് കുറവില്ലാലോ. ആ ഏതെങ്കിലും ഒരു വർഗീയ ശക്തി പിന്നിലുണ്ടെന്ന് കരുതി നാക്ക് വാടകയ്ക്ക് കൊടുത്ത് എന്തും വിളിച്ചു പറഞ്ഞു കളിയാം. അങ്ങനെ CPIMനെയും അതിൻ്റെ നേതാക്കളെയും വർഗീയതയുടെ ആളുകളായി ചിത്രീകരിക്കാം എന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമായിരിക്കും. ഇവിടെ എന്തെല്ലാം നമ്മൾ കണ്ടതാണ് എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊന്ന് അൻവർ, ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ CPIMന്റെ നിയമസഭാ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിയമസഭാ പാർട്ടി അംഗമല്ല, നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല, ഞാൻ LDFന്റെ ഭാഗവുമല്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏത് ഭാഗമാണെന്ന് പിന്നീട് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഏതായാലും അദ്ദേഹം നിയമസഭാ പാർട്ടി അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളിയല്ല സർക്കാർ ചെയ്തത്. ആ ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തു. ആരോപണങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം എന്തെന്നൊന്നും പരിശോധിക്കാൻ ഞങ്ങൾ അന്നേരം പോയില്ല. പക്ഷേ ഒരു MLA ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലക്ക് ഗൗരവത്തിലെടുത്തു. എന്നിട്ട് എന്തു ചെയ്തു? അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി, അതാണ് സംസ്ഥാന പോലീസ് മേധാവി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ നിയോഗിച്ചു. ആ ടീമിൻ്റെ പരിശോധന 1 മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരിശോധന കിട്ടുന്ന മുറക്ക് അതിൻ്റേതായ നടപടികളിലേക്ക് കടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച, സർക്കാർ സ്വീകരിച്ച നടപടി. ഇതിലൊന്നും സർക്കാരിന് മറച്ചു വെക്കാനില്ല. ആ റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണോ ആ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും. ഇവിടെ അതിനു മുൻപ് തന്നെ പ്രത്യേക അജണ്ടയുമായി അദ്ദേഹം രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ നിലയാണ്. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഏതായാലും ഇതൊന്നും നമ്മുടെ നാട് അംഗീകരിക്കുന്ന ഒന്നല്ല. ജനമനസ്സിൽ തെറ്റിദ്ധാരണ പരത്തി വർഗീയ വിദ്വേഷം തിരികെക്കയറ്റാനുള്ള ഹീനമായ ശ്രമം അത് നാട് തിരിച്ചറിയണം. അതിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ കഴിയണം എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.